ഹായ് ആദുസറ്റ് ലൈഫ് വ്ളോഗ്സിൻ്റെ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത്തം വെള്ളയെങ്കിൽ ചിത്തിര മഞ്ഞ, ചോദിക്ക് ചുവപ്പ്, പിന്നെ അങ്ങടെ എല്ലാ നിറങ്ങളും ഇടാം. ഇന്നലെ പറയാൻ വിട്ടൊരു കാര്യമുണ്ട് കേട്ടോ. തുളസി വേണം ആദ്യം വയ്ക്കാൻ, തുളസിക്ക് ചേർന്ന് തുമ്പ, അങ്ങനെ വേണം തുടങ്ങാൻ. ഇന്ന് മക്കളെ എക്സാം കഴിഞ്ഞതിൻ്റെ ക്ഷീണത്തിലാണ്, അതുകൊണ്ട് ഞാൻ തനിയെ ഇട്ടു. കുഞ്ഞാപ്പൂവിനെ ക്യാമറാമാനും ആക്കി. ഇന്ന് തേടി കിട്ടിയ പൂക്കൾ തുമ്പ, നന്ദ്യാർ വട്ടം, കോസ്മസ്, പിന്നെ വേലിയിൽ നിൽക്കുന്ന കുനുകുന ഇതൾ പോലെയുള്ള ഇല, അതെല്ലാം കൂടി വളരെ കുറച്ച് മാത്രമേ കിട്ടിയുള്ളൂ, ഒരു കൈക്കുമ്പിളിൽ മാത്രം. ഓണക്കാലം പൂക്കളുടെ ഉത്സവ ദിനങ്ങൾ കൂടിയാണ് അല്ലേ? ഓണക്കാലം ആകുമ്പോഴാണ് നമ്മൾ പ്രകൃതിയിലേക്ക് ഉറ്റുനോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് കാലങ്ങൾ പോയത് നമ്മൾ തിരിച്ചറിയുന്നത്. എന്ത് തിരിച്ചറിവാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ കുറേ വർഷങ്ങൾ പിന്നിലോട്ട് പോകണം. അവിടെ നിന്ന് തുടങ്ങാം. നമ്മുടെ കുട്ടിക്കാലം, ഓണദിനങ്ങൾ നമുക്ക് സമ്മാനിച്ചത് അത്രയും സുഖമുള്ള ഓർമ്മകളാണ്. അതൊക്കെ ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുമോ എന്തോ. എങ്ങനെ മനസ്സിലാകാനാണ്? ഇന്ന് എല്ലാ കുട്ടികളും ഉൾപ്പെടെ കാരണന്മാർ ഉൾപ്പെടെ ഫോണിലാണ്. കാരണന്മാർക്ക് ഇപ്പോൾ കുട്ടികളോട് പറയാനും നേരമില്ല. ഫോൺ മാത്രമല്ല, TV, സീരിയൽ, സിനിമ, റീൽസ്, വീഡിയോസ്, ഗെയിംസ്, അങ്ങനെ എല്ലാവരും ഇന്ന് ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇത് കൂടുതൽ എന്ത് പറയാനാ? പിന്നെ നമ്മളുടെ പഴയ ഓണക്കാലം എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ അടുത്ത് പറയാൻ ചെന്ന് കഴിഞ്ഞാൽ ന്യൂജൻ വാക്കുകൾ നമുക്ക് കേൾക്കാം. അത് കേട്ട് പിന്നെ നമ്മൾ വാ തുറന്നിരിക്കേണ്ട അവസ്ഥയാണ്. ഒരിക്കൽ എന്തോ ഓൾഡ് കാര്യം പറഞ്ഞ് പാറുവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പം വലിയ സംഭവം പോലെയാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപടി എന്നെ ക്രഞ്ച്, അങ്ങനെയാണ് പറഞ്ഞത്. ക്രഞ്ചോ, അതെന്താ പാറു എന്ന് ചോദിച്ചപ്പോൾ പറയാ, ഇന്നത്തെ ഓൾഡ് തള്ള വൈബ് എന്നൊക്കെ പറയുന്നതിൻ്റെ വേറൊരു വകഭേദമാണ് ക്രഞ്ച് അത്രേ. ആഹാ, കേൾക്കാൻ സുഖമുള്ള വാക്ക്. ഇത്രയും നല്ല ട്രെൻഡി ആയിട്ടുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഓണദിനങ്ങൾ എന്നൊക്കെ പറയുന്നത് 90 കിഡ്സിനോടും അതിന് മുമ്പുള്ളവരോടും പറഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.